അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മൾ എന്ന ബോധം നമ്മുടെ മനസ്സിലേക്ക് വളരെ ആഴത്തിൽ സന്നിവേശിപ്പിക്കുന്ന സംഭവങ്ങൾക്ക് സാക്ഷികളായിരിക്കുന്നവരാണ് നമ്മളൊക്കെ. നമ്മുടെ അയൽ പ്രദേശത്ത് നടന്ന ദുരന്തം, അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ എല്ലാ വിശദമായ വിശദീകരണങ്ങളുമൊക്കെ പത്രദ്വാര മാധ്യമങ്ങളിലൂടെയും ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ വായിച്ച് കേട്ട് മനസ്സിലാക്കി അനുഭവിച്ച് അറിഞ്ഞവരാണ് നമ്മളെല്ലാവരും. ഈ സന്ദർഭത്തിൽ ആ വിശദീകരണങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല എന്ന് തീർച്ചയായും നമുക്കറിയാം. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു വിശ്വാസിയുടെ മനസ്സും അവന്റെ നിലപാടുമൊക്കെ എങ്ങനെയാകണം എന്നത് തീർച്ചയായും നമ്മുടെ മനസ്സിൽ നാം രൂഢമൂലമാക്കി വെക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ ഇവിടെ ഈ നടന്ന ദുരന്തങ്ങളെ സംബന്ധിച്ച് വളരെ പ്രത്യക്ഷമായ രണ്ടു തരം കാഴ്ചപ്പാടുകളാണുള്ളത്. ഒന്ന് വിശ്വാസികളുടെ ഭാഗത്തു നിന്നുള്ള കാഴ്ചപ്പാടുകൾ, ദൈവവിശ്വാസികളുടെ ഭാഗത്തു നിന്നുള്ള കാഴ്ചപ്പാട്. രണ്ടാമത്തത് നിരീശ്വരവാദികളും നിർമ്മതവാദികളും ആയിട്ടുള്ളവർ ഇത്തരം കാര്യങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന നിലപാട്. നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഇവിടെ മൂന്ന് തരം ആളുകളാണ്, അല്ലെങ്കിൽ മൂന്ന് തരം കാര്യങ്ങളെ സംബന്ധിച്ചാണ് വിശ്വാസികൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഈ ദുരന്തത്തിൽ മരണപ്പെട്ടുപോയ, മണ്ണിലും ചെളിയിലുമൊക്കെ പുതഞ്ഞ് ശരീരാവശിഷ്ടങ്ങൾ പോലും കഷ്ണം മുറിഞ്ഞുകൊണ്ട് ലഭിച്ച കുറേ ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിൽ ലഭിക്കാതിരിക്കുന്ന അത്യന്തം ഖേദകരമായ ഈ കാര്യങ്ങൾക്കൊക്കെ വിധേയരായി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാരുടെ കാര്യത്തിൽ എന്താണ് വിശ്വാസികൾ അല്ലെങ്കിൽ മതം, ഇസ്ലാം അത്തരം കാര്യങ്ങളെ കുറിച്ച് എന്ത് പറയുന്നു? അതാണ് ഒന്ന്. രണ്ടാമത്തത്, ഈ ദുരന്തങ്ങൾക്ക് ഇരയായ ആളുകളുടെ ബന്ധുക്കളും അവരുടെ ഉറ്റവരും ഉടയവരും കിടപ്പാടം നഷ്ടപ്പെട്ടവരും വീട് നഷ്ടപ്പെട്ടവരുമായി ഈ ദുരന്തം നേരിട്ട് അനുഭവിക്കേണ്ടി വന്ന, ഇപ്പോഴും പലപ്പോഴും പലരും അത്തരം ആളുകൾ പലരും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റുമൊക്കെ കഴിച്ചുകൂട്ടുന്ന അത്തരം ദുരന്തത്തിന്റെ നേരിട്ട് അത് ബാധിച്ച ആളുകൾ. മൂന്നാമത്തെ ഒരു വിഭാഗം, ദുരന്തം നേരിട്ട് ബാധിച്ചിട്ടൊന്നുമില്ലാത്ത, അതിനൊക്കെ ദൃക്സാക്ഷികളായ, അതിനെപ്പറ്റിയൊക്കെ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കേൾക്കുകയും നൊമ്പരപ്പെടുകയും വേദനിക്കുകയും അതിനെന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ആലോചിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മെപ്പോലുള്ള ആളുകൾ. ഈ മൂന്ന് വിഭാഗം ആളുകളെ പറ്റിയും വിശ്വാസികൾക്ക് എന്താണ് അവരുടെ മതം അവർക്ക് നൽകുന്ന പാഠം എന്താണ് എന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒന്നാമതായി, ഈ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകൾ. ഈ അകപ്പെട്ട ആളുകളിൽ ഒരുപാട് നിരപരാധികളായ ആളുകളുണ്ട്. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, വിശ്വാസികളുണ്ട്, വിശ്വാസമില്ലാത്ത ആളുകളുണ്ട്, നല്ല രീതിയിൽ മതബോധത്തോടു കൂടി ജീവിച്ച ആളുകളുണ്ട്, മതം എന്തെന്നറിയാത്ത ആളുകളുണ്ട്. ഇങ്ങനെ പലതരം ആളുകളും ഈ ദുരന്തത്തിനകപ്പെട്ടു പോയിട്ടുണ്ട്. അത്തരം ആളുകളെ പറ്റി എന്താണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സംഗതിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തആല ഇദാ അൻസല സത്വതഹു അലാ അഹദി നിഖ്മതിഹി, അല്ലാഹു തന്റെ കഴിവ്, അല്ലാഹുവിന്റെ ആധിപത്യം ഏതെങ്കിലും ഒരു മേഖലയിൽ ശക്തമായി അവിടെ നടന്നു കഴിഞ്ഞാൽ അതിന് വിധേയരാകുന്ന
ദുരന്തങ്ങൾക്ക് വിധേയമായാൽ ഫവാഫത്ത് ആജാലു ഖൗമിൻ സാലിഹീൻ, സത്യവിശ്വാസികളായ സാലിഹീങ്ങളായ ചില ആളുകളുടെ ആയുസ് ആ ദുരന്തത്തോട് ചേർന്ന് നിൽക്കുന്നതും ആണെങ്കിൽ അങ്ങനെ ഉഹ്ലികൂ ബിഹലാക്കിഹിം, ആ ദുരന്തത്തിൽ അവർ മരിച്ചു, നഷ്ടപ്പെട്ടു, അവർ ഇല്ലാതെയായി പോയാൽ എന്ത് സംഭവിക്കും അവർക്ക്? അവരെ സുമ്മ യുബഅസൂന അലാ നിയ്യാതിഹിം വഅമാലിഹിം, അവർക്ക് ഒന്നും സംഭവിക്കില്ല. അവർ നല്ല മനുഷ്യന്മാരാണെങ്കിൽ അവരുടെ വിശ്വാസത്തിനും അവരുടെ കർമ്മങ്ങൾക്കുമനുസരിച്ച് അവർ വീണ്ടും പുനരുദ്ധാനം നൽകപ്പെടും, അവർ വീണ്ടും ജീവിപ്പിക്കപ്പെടും. അപ്പോൾ അവർ ഈ ഭൂമിയിൽ നിന്ന് പോയിന്നേ ഉള്ളൂ. പക്ഷെ അവർ അനുഷ്ഠിച്ച വിശ്വാസവും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് അവർ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും അവർക്ക് അവരുടെ കർമ്മത്തിന്റെ ഫലം കൃത്യമായി നൽകപ്പെടുകയും അവർക്കതൊരു നന്മയായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇതിൽ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന പല രീതിയിലുള്ള മരണമുണ്ട്. ഈ എല്ലാ ആളുകളുടെയും മരണം അത് എന്ത് രീതിയായിരിക്കും റസൂലുള്ള പറഞ്ഞിട്ട്, ചില ആളുകളുടെ മരണത്തിന്റെ രീതി തന്നെ അവരുടെ പല പാപങ്ങളും പുറത്തു പോകാൻ കാരണം. മരിച്ച രീതി കൊണ്ട് തന്നെ അവർ ജീവിതത്തിൽ ഇവിടെ ചെയ്ത ഒരുപാട് തിന്മകൾ അതുകൊണ്ട് ഇല്ലാതെയായി പോകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ഷഹാദത്ത്, ഷഹീദാകുക എന്ന് പറയുന്നത് അത് കേവലം ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെടുക എന്നുള്ളത് മാത്രമല്ല, അതല്ലാതെയും ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുന്ന, ഷഹീദിനുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഷഹീദായ ആളുകൾക്ക് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. അതാണ് ഏറ്റവും വലിയ നേട്ടം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടം അതാണ്. ഭൗതികമായി എന്ത് നഷ്ടങ്ങളുണ്ടായാലും നമ്മൾ ജീവിതത്തിൽ വന്നുപോയ അല്ലെങ്കിൽ ചെയ്തുപോയ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളൊക്കെ നമുക്ക് നീക്കപ്പെട്ട് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ വിശുദ്ധനായി കടന്നു വരാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം. അതിനേക്കാൾ ഫമൻ സുഹസിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുക എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ വിജയം. ആ ഒരു വിജയത്തിലേക്ക് അവരെ എത്തിക്കാൻ അവരുടെ ഈ മരണരീതി ചിലപ്പോൾ അതിന് കാരണമായിട്ടുണ്ടാവും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഗരീഖു ഷഹീദ്, മുങ്ങി മരിക്കുന്നവൻ, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവൻ അവൻ ഷഹീദായിരിക്കും. അവന്റെ വിശ്വാസത്തിനനുസരിച്ചാണ്. ഇതൊക്കെ അവരുടെ വിശ്വാസത്തെ ബാധിക്കുന്ന സംഗതിയാണ്. ഏതായാലും ആ ഒരു മരണം തന്നെ അയാളുടെ പല പാപങ്ങളും. അതുപോലെ വല്ലദി യമൂതു തഹ്തൽ ഹദ്മി ഷഹീദ്, ഏതെങ്കിലും ബിൽഡിങ്ങുകളുടെയോ അല്ലെങ്കിൽ മണ്ണിന്റെയൊക്കെ അടിയിൽ പെട്ടുപോയി തലയിലേക്ക് മറ്റെന്തെങ്കിലും വീണ് അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി മരിക്കുന്ന ആളുകൾ അവർ ഷഹീദാണ്. വല്ലദി യമൂതു അതുപോലെ തന്നെ വല്ലദി യമൂതു തഹ്തൽ ഹദ്മി ഷഹീദ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഗണത്തിൽ വേറെയും എണ്ണിയിട്ടുണ്ട്. പ്രസവത്തിൽ മരിച്ചു പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുങ്ങി മരിക്കുന്നത് പോലെ തന്നെ വലിയ മാരകമായ രോഗത്തിന് അടിപ്പെട്ടുകൊണ്ട് അങ്ങനെ മരിച്ചു പോകുന്ന ആൾ, അങ്ങനെയൊക്കെ എണ്ണിയിട്ടുണ്ട്. അപ്പൊ ഈ കൂട്ടത്തിൽ ഈ മരിച്ചുപോയ 100-300 ആളുകളോ അല്ലെങ്കിൽ 100-500 ആളുകളോ അനൗദ്യോഗിക കണക്ക് പ്രകാരം 1000-ഓളം ആളുകൾ എന്നൊക്കെ പറയുന്നവരുടെ കൂട്ടത്തിൽ പ്രായപൂർത്തിയായവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ മരണം തന്നെ, അവരൊരു വിശ്വാസിയാണെങ്കിൽ, അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ, പരലോകത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അവരുടെ ഈ മരണം തന്നെ അവരുടെ ഒരുപാട് പാപങ്ങൾ അവർക്ക് പുറത്തു പോകുന്നതിന് അതൊരു കാരണമായിട്ടുണ്ടാകും. അങ്ങനെ നമ്മളെപ്പോഴും ഏത് സംഗതികളെ പറ്റി ആലോചിക്കുമ്പോഴും അതിന്റെ പോസിറ്റീവായ ഭാഗമാണ് നമ്മൾ ആലോചിക്കുന്നത്. ആ പോസിറ്റീവായ ഭാഗം ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ സമാധാനം കണ്ടെത്തേണ്ടത്. അതാണ് സമാധാനത്തിന്റെ ഭാഗം. നേരെ മറിച്ച് ഒരു നിരീശ്വരവാദിയോ അല്ലെങ്കിൽ ഒരു എക്സ് മുസ്ലിമോ ഒക്കെ പറയാ അവരിതിന്റെ പോസിറ്റീവ് ഭാഗമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം എവിടെ പടച്ചോൻ, എന്താണ് ഈ പടച്ചോൻ ചെയ്തു കൂട്ടുന്നത്, നിങ്ങൾ പറയുന്ന ഈ ദൈവത്തിന് വല്ല കരുണയുണ്ടോ എന്നൊക്കെ ആ രീതിയിലാണ് ചോദിക്കുന്നത്. നമുക്ക് അത്തരം ആളുകളോട് ചോദിക്കാനുള്ളത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ആളുകളെ സംബന്ധിച്ച് ഇനിയും പ്രതീക്ഷയുടെ ഒരുപാട് കാര്യങ്ങൾ അവന് മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം എന്താ ഉള്ളത്?
അതിലെ മരിച്ചുപോയ കുഞ്ഞാണെങ്കിലും കുട്ടിയാണെങ്കിലും അപരാധിയാണെങ്കിലും നിരപരാധിയാണെങ്കിലും ആരാണെങ്കിലും അവനൊക്കെ മണ്ണായി പോകുന്നു. അവന് വേറൊന്നുമില്ല, അവന്റെ കാര്യത്തിലൊന്നുമില്ല, ഇനി പ്രതീക്ഷിക്കാൻ യാതൊന്നുമില്ല. മരിച്ചവനെ സംബന്ധിച്ച് ഇനി പ്രതീക്ഷിക്കാൻ വട്ടപൂജ്യം എന്നതല്ലാതെ മറ്റൊന്നും ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ച് പരലോകമില്ല എന്ന് പറയുന്നവനെ സംബന്ധിച്ചില്ല, ഒന്നുമില്ല. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചല്ല, ഇപ്പോഴും നമുക്ക് പ്രതീക്ഷയാണ്. അവർ ഈ പറഞ്ഞ മനുഷ്യന്മാർ, മരിച്ചുപോയ ആളുകൾക്ക് ഒരുപക്ഷെ അവരുടെ ഈ മരണം തന്നെ അവർക്ക് വലിയ ഒരു നേട്ടമായി മാറുകയും ആ മരണത്തിന്റെ രീതി കൊണ്ട് തന്നെ അവരൊരുപക്ഷെ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തേക്കാം എന്നുണ്ട്. നിരപരാധികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും പല ദുരിതങ്ങൾക്കും ഇവിടെ കാരണമാകും. ശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി ഭൂമിയിൽ എല്ലാവിധ കുഴപ്പങ്ങളും രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ട്, അങ്ങനെ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടായി, ദുരന്തങ്ങളുണ്ടായി, അവ്യവസ്ഥിതമായ അവസ്ഥകളുണ്ടായി. ഇതൊക്കെ ഉണ്ടാകുന്നത് എന്തിനാണ്? ലിയുദീഖുഹും ബഅദല്ലദീ അമിലു, തങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ ചില ഫലങ്ങൾ അവർ അനുഭവിക്കണം, അവരത് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചു. എന്തിനാ അവരെ മനസ്സിലാക്കുന്നത്? ലഅല്ലഹും യർജിഊൻ, അത് കണ്ട് അവർക്കൊരു മടങ്ങി വരാനുള്ള, വിശ്വാസത്തിലേക്ക് വരാനുള്ള, നന്മയിലേക്ക് വരാനുള്ള ഒരു മനസ്സ് വന്നെങ്കിലോ. അപ്പോൾ ഇത്തരം ദുരന്തങ്ങൾ ഒരുപക്ഷെ അതിൻ്റെയൊക്കെ കാരണങ്ങൾ പലതിൻ്റെയും കാരണങ്ങൾ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പലതുമായിരിക്കും. പക്ഷേ ഇതിൽ അകപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളമോ, ഇപ്പോൾ നാഗസാക്കി, ഹിരോഷിമ പോലെ ഉള്ള സ്ഥലങ്ങളിൽ ഈ ലോകമഹായുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ബോംബ് വർഷിപ്പിക്കപ്പെട്ടു. ബോംബ് വർഷിച്ച് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ജനിക്കുന്ന കുട്ടികളൊക്കെ അംഗവൈകല്യമുള്ള, കയ്യും കാലും ഇല്ലാത്തവര്, മസ്തിഷ്കമില്ലാത്തവര്, കണ്ണ് കാണാത്തവര്, ഇങ്ങനെ ആണ് അവിടെ ജനിക്കുന്നത്. അപ്പൊ ഈ ജനിക്കുന്ന കുട്ടികൾ ഈ രീതിയിൽ ജനിക്കുന്നതിന് കാരണം ആരാണായത്? അതിന്റെ നിമിത്തം ആരാണ്? മനുഷ്യൻ ചെയ്ത ഈ ദുഷ്ചെയ്തിയാണ് അതിന് കാരണം. എന്നാൽ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളമോ അവർ നിരപരാധികളാണ്. ആരോ തന്റെ മുൻ തലമുറ ചെയ്ത, തന്റെ പിതാക്കളിൽ ആരൊക്കെയോ ചെയ്ത ഇത്തരം ദുരന്തങ്ങൾക്ക്, വേദനാജനകമായ കാര്യങ്ങൾക്ക് വിധേയരായി അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനുഭവിക്കുന്ന ആളുകൾക്ക് എന്താണ് വിശുദ്ധ ഇസ്ലാം നൽകുന്നത്? അവർക്കൊരുപാട് ഖുർആൻ, അതുപോലെ പരിശുദ്ധ ഇസ്ലാം അവർക്കൊരുപാട് ഓഫറുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നൽകുന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തിനാണ് അവരെ ഈ രീതിയിൽ ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ സംഭവിപ്പിക്കണം? എന്തിനാണ്? അത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കൊരു ഗുണപാഠമുണ്ടാകാൻ വേണ്ടി. അവർക്ക് കണ്ണില്ലാത്തവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ജീവിപ്പിക്കുന്നു, നമുക്കിടയിൽ ജീവിപ്പിക്കുമ്പോൾ കണ്ണുള്ള നമുക്ക് കണ്ണിന്റെ വിലയും അത് കണ്ണില്ലാത്തതിന്റെ ദോഷവും നമുക്ക് മനസ്സിലാക്കണം. കണ്ണുപൊട്ടന്മാരുടെ, കണ്ണില്ലാത്ത ആളുകളുടെ ഒരു സമ്മേളനത്തിൽ മുമ്പ് ഒരു മന്ത്രി പ്രസംഗിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ദൈവമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, അതിന്റെ തെളിവാണ് ഈ ഇരിക്കുന്ന മനുഷ്യന്മാരൊക്കെ. ദൈവമുണ്ടായിരുന്നെങ്കിൽ ഈ മനുഷ്യന്മാരൊക്കെ കണ്ണ് കാണാത്തവരായിക്കൊണ്ട് ഒരു കരുണയുള്ള ദൈവം അങ്ങനെ സൃഷ്ടിക്കുമോ എന്നാണ് അദ്ദേഹം അതിനെ പരിശോധിച്ചിട്ടുള്ളത്. അപ്പൊ എന്തിനാണ് പടച്ച തമ്പുരാൻ കുറെ ആളുകൾക്ക് ഇത്തരം ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുന്നത്? അതിന് വിധേയരാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരലോകവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് വലിയ നേട്ടമാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇദബ്തുലീതു ബി ഹബീബതൈഹി, ഒരു മനുഷ്യനെ തന്റെ രണ്ട് കണ്ണുകൊണ്ട് നാം പരീക്ഷിക്കുകയാണെങ്കിൽ അവ്വൽതു ലഹുൽ ജന്ന, പകരമായി ഞാൻ അവന് നൽകുന്നത് സ്വർഗമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഉദ്ധരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ അനുഭവിക്കുന്ന ആളുകൾ വിശ്വാസികളാണെങ്കിൽ അവർക്ക് നാളെ അള്ളാന്റെ അടുക്കൽ എത്തുമ്പോൾ ഈ അനുഭവങ്ങൾ അവർക്കൊരു നന്മയായി മാറുന്ന, പിന്നെ എന്തിനവരിങ്ങനെ അത് ജീവിക്കുന്ന ആളുകൾക്കൊരു പാഠമുണ്ടാകാം. നമുക്ക് അപ്പൊ ഈ മരിച്ചു പോയ ആളുകളുടെ കാര്യത്തിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. നമുക്കുള്ള വലിയൊരു പാഠം, നമ്മുടെ മരണമെന്നത് നമ്മുടെ വളരെ അരികിലിരുന്നു.
നമ്മളത്ര സുരക്ഷിതരല്ല. അതുകൊണ്ട് ഏതു സമയവും നാം മരണത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. മരിച്ചേക്കാം. എങ്ങനെയാ നമുക്ക് മരിക്കുക എന്നുള്ളതിന് പറയാൻ പറ്റില്ല, ഏതവസ്ഥയിലാണെന്ന് പറയാൻ പറ്റില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്ന സംഗതിയാണ്. വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, അമിൻതും മൻ ഫിസ് സമായി അൻ യഖ്സിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ. ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കെ ഈ ഭൂമി നിങ്ങളുടെ തലയിലേക്ക് വീഴുകയും നിങ്ങൾ ഭൂമിയിൽ ആഴ്ത്തപ്പെടുകയും ചെയ്യൂല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അമിൻതും മൻ ഫിസ് സമായി, ആകാശത്തിലുള്ളവന്റെ കാര്യത്തിൽ നിങ്ങൾ നിർഭയരായി നിൽക്കുകയാണോ? അൻ യഖ്സിഫ ബികുമുൽ അർള, നിങ്ങളെയും കൊണ്ട് ഈ ഭൂമി ആണുപോകുന്നൊരവസ്ഥ. വൈദാഹിയ തമൂർ, ഇളകി മറിഞ്ഞുകൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ കാണുമ്പോൾ നമുക്കതൊക്കെയാണ് അതിൽ ഓർമ്മ വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബോധം നമ്മളുണ്ടാകണം. ഏത് സമയവും നമ്മൾ ഇവിടുന്ന് പോകാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നാളെ ഞാൻ ഉണരും എന്ന് നമ്മൾ അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഈ ദുരന്തം ബാധിക്കാതിരിക്കുന്ന, അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കുള്ള വലിയൊരു പാഠം. അതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം. അതാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട പല നന്മകളെ സംബന്ധിച്ചും നമുക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ സംഗതികൾ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ, അത് നന്ദിയോടുകൂടി നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മളുണ്ട്. ഈ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അതില്ലാത്തവരുമായി അതിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് അനുഗ്രഹങ്ങൾ ഉണ്ടായത്. ഈ കമ്പാരിസൺ അല്ലെങ്കിൽ ഈ താരതമ്യപ്പെടുത്തൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മുകളിലുള്ളവരുമായി താരതമ്യപ്പെടുത്തരുത്. നിങ്ങളെക്കാൾ മുകളിലുള്ള ആളുകളുമായി നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തെ നിങ്ങൾ താരതമ്യപ്പെടുത്തിയാൽ നിങ്ങൾ നിരാശരായിരിക്കും, നിങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാകും. നേരെ മറിച്ച് നിങ്ങളെക്കാൾ താഴെയുള്ള ആളുകൾ. അപ്പോൾ നമ്മളുടെ കൂട്ടത്തിലെ ഈ ദുരന്തത്തിന് വിധേയമായ ആളുകൾ, അവരുടെ കുടുംബങ്ങൾ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും വേദനകളും ഒക്കെ നമ്മൾ അതിനെ നമ്മളുടെ ജീവിതവും നമ്മുടെ സുരക്ഷിതമായി വീട്ടിൽ ഈ സുന്ദരമായി കഴിഞ്ഞുകൂടുന്ന ഉറങ്ങിപ്പോകുന്ന ഈ അവസ്ഥയൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാകുള്ളൂ. അപ്പൊ അതിനെപ്പറ്റി ഓർക്കണം. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലഇൻ ശകർതും ലഅസീദന്നകും. ഈ ഒരു നന്ദിബോധം നിങ്ങൾക്കുണ്ടായാൽ അള്ളാഹു വീണ്ടും വീണ്ടും നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും. വലയിൻ കഫർത്തും വഇന്ന അദാബി ലശദീദ്. ഇത് നിങ്ങൾ നിഷേധിക്കുന്ന നന്ദികേടിലാണ് നിൽക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ വളരെ വലുതാണ് എന്ന് നിങ്ങൾ ഓർക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. രണ്ടാമത്തെ സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അനുഗ്രഹങ്ങൾ നീങ്ങാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടത്. നമുക്ക് കിട്ടുന്ന ഈ അനുഗ്രഹങ്ങളുണ്ടല്ലോ, അത് മറ്റേ ആ വയനാട്ടിൽ അനുഭവിക്കുന്ന ആളുകളുടെ അവസ്ഥയും നമ്മുടെ അവസ്ഥയെ ആലോചിക്കുമ്പോൾ അതിനെ രണ്ടും താരതമ്യപ്പെടുത്തുമ്പോൾ എത്രയോ അനുഗ്രഹത്തിലാണല്ലോ നമ്മൾ. ഇത് നീങ്ങാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്. പടച്ചോനെ, എനിക്കുള്ള നിഅമത്ത്, അനുഗ്രഹങ്ങൾ അത് നീങ്ങിപ്പോകാതെ, അത് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. വതഹവ്വുലി അഫിയതിക്, നീ നൽകിയ ഈ ആരോഗ്യം അത് മറിഞ്ഞു പോകുന്നതിൽ നിന്ന് നീ രക്ഷിക്കണമേ. വഫുജാഅതി നഖ്മതിക്, നിന്റെ ശിക്ഷ അല്ലെങ്കിൽ നീ നൽകുന്ന മരണം അത് യാദൃച്ഛികമായി കടന്നു വരുന്നതിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണമേ. ജമീ സഖ്തിക്, നീ നിന്റെ എല്ലാ കോപങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ അനുഗ്രഹങ്ങൾ നീങ്ങാതിരിക്കാൻ നമ്മളെപ്പോഴും, അനുഗ്രഹം അനുഭവിക്കുന്ന ആളുകൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. പിന്നെ ഇതിൽ ഈ ദുരന്തത്തിന് വിധേയമായ ആളുകളുടെ കുടുംബങ്ങൾ നമ്മൾ ആലോചിച്ചു. അവരുടെ ഒരു പ്രയാസം, ബുദ്ധിമുട്ട് എത്രയാണ്. അവരെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് ഒരു വിശ്വാസിക്ക് അവരെ സംബന്ധിച്ചിടത്തോളവും പ്രതീക്ഷയുടെ ഒരുപാട് ഭാഗങ്ങളാണ് ഉള്ളത്. അവർക്ക് മക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉപ്പ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഭാര്യ, ഭർത്താവ്, ഇങ്ങനെ കുറേ ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ നാട് മുഴുവൻ, സ്വത്ത് മുഴുവൻ, അവരുടെ വീടും കിടപ്പാടും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ നഷ്ടപ്പെട്ടതൊക്കെ ആണെങ്കിലും ശരി, അവിടെ ആദ്യമായിട്ട് അവരെ സംബന്ധിച്ച് ഉണ്ടാകേണ്ടത് അവര് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, മാമിൻ മുസീബത്തിൻ തുസീബുൽ മുസ്ലിം മിൻ നസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ ഗമ്മിൻ ഹത്ത ഷൗക്കത്തെ യുശാഖുവ. ഒരു വിശ്വാസിയാണോ എങ്കിൽ അവന് കുത്തുന്ന ഒരു മുള്ളിന്റെ വേദന, അതിന് പോലും
ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു. പാപങ്ങൾ പുറത്തരും. ഇതാണ് ജീവിതത്തിൽ മനുഷ്യന് ലഭിക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം പാപങ്ങൾ പൊറുക്കപ്പെടുമ്പോഴേ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുള്ളൂ. പാപികളായിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. ആ പാപങ്ങളൊക്കെ പടച്ചോൻ പുറത്തതിന് ശേഷമേ അള്ളാഹു മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരുപാട് കാരണങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മളൊക്കെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. അപ്പോ ഈ രക്ഷപ്പെട്ട് സ്വന്തം വീടും കിടപ്പാടും ഇല്ലാതെ രക്ഷപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ കഴിഞ്ഞുകൂടുന്ന മനുഷ്യന്മാർ എന്തൊരു കഷ്ടപ്പാടിലാണ്, എന്തൊരു മനോവേദയിലാണ്. അവരെ മനസ്സ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത്ര ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണല്ലോ അവർ നിൽക്കുന്നത്. അത്തരം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയൊരു വാഗ്ദാനം, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മായ്ച്ചു തരും, പുറത്തു തരും, നിങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ ആധിക്യമനുസരിച്ചുകൊണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട്. പിന്നെ ഏതൊരു മനുഷ്യനെയും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു സംഗതി, അതെന്താന്ന് വെച്ചാൽ അതാണ് വിധിവിശ്വാസം. ഏറ്റവും കൂടുതൽ നമുക്ക് മനക്കരുത്ത് നൽകുന്നത് അത് വിധിവിശ്വാസം, വിധിയിലുള്ള വിശ്വാസം. ഈമാൻ കാര്യത്തിൽ 6ാമത്തെ സംഗതി വിധിയിലുള്ള വിശ്വാസമാണ്. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു തരുന്നുണ്ട്. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ എന്നുള്ളതാണ്. പറയുക, എന്തൊക്കെ ദുരിതങ്ങളുണ്ടോ, കഷ്ടപ്പാടുണ്ടോ, അതൊക്കെ അള്ളാഹു വിധിച്ചതാണ് തനിക്ക് എന്നൊരാക്കാണ്ട് ഉള്ളുകൊണ്ട് വിശ്വാസമായി കഴിഞ്ഞാൽ, അത് കണ്ട് മനസ്സിൽ അങ്ങോട്ട് ഉറച്ചു കഴിഞ്ഞാൽ അവന് സമാധാനം അതിന്റെ കൂടെ ഉണ്ടായി വരുന്നതാണ്. നിരാശ അവനിൽ നിന്ന് ഇല്ലാതെയാകും. വിശുദ്ധ ഖുർആൻ അത്തരം ഒരു വിശ്വാസം എന്തിനാ നിങ്ങൾ വെച്ചു പുലർത്തുന്നത് ചോദിച്ചപ്പോ, അല്ലെങ്കിൽ അതിന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ മറുപടി ലിഖൈലാ തഅസൗ അലാ മാ ഫാതക്കും, നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങൾക്ക് നിരാശയില്ലാതിരിക്കാനാണ്. നഷ്ടപ്പെട്ടു പോയത് പോട്ടെ, സാരമില്ല, അതൊക്കെ അള്ളാഹു തീരുമാനിച്ച പോലെ നടക്കുന്നു എന്നൊരു വിശ്വാസത്തിലേക്ക് വന്നാൽ മനസ്സവിടെ സമാധാനമായി പോയി. ഈ ഒരു വിശ്വാസം മറ്റൊരാൾക്കും വിശ്വാസിക്ക് മാത്രമേ ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ വലാ തഫ്റഹു ബിമാ ആതാ, അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വിധിവിശ്വാസം ഉണ്ടെങ്കിൽ ഓൻ അവിടെ അനുഗ്രഹത്തിന്റെ പേരിൽ പൊളച്ചു നിൽക്കുകയില്ല, അത്യാഹ്ലാദവും അവൻ കാണിക്കൂല. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുണ്ടെങ്കിലും ഇതൊക്കെ ഏത് നിമിഷം ഇവിടുന്ന് പോകാം എന്നൊരു ബോധം അവന്റെ മനസ്സിലുണ്ടാകും, അള്ളാഹു വിധിച്ചതുപോലെ എന്നുള്ള ആ വിശ്വാസം ഉണ്ടാകും. അതാണ് അതിലെ മറ്റൊരു തലമായിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്ന സംഗതി. പക്ഷെ അങ്ങനത്തെ ആളുകളെ ഇവിടെ നമ്മെപ്പോലുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് അവരെ സഹായിക്കുക. അത് നമ്മുടെ ബാധ്യതയാണ്. അവരിപ്പോൾ നമ്മുടെ സഹായത്തിന് വളരെ അർഹരായിട്ടുള്ള ആളുകളാണ്. ഇർഹമു മംഫിൽ അർളി ഇർഹമുക്കും മംഫിസ് സമാ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം, എന്നാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. നമുക്കൊക്കെ ഒരുപാട് കാരുണ്യത്തിന്റെ ആവശ്യമുള്ളവരാണ്. അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യം അത് എപ്പോഴും വർഷിച്ചുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മൾ തീർച്ചയായും ഈ മനുഷ്യന്മാരോട് പ്രത്യേകമായി കാരുണ്യം ചെയ്യാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ടി നമ്മൾ സഹായങ്ങൾക്കുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യണം. നമ്മുടെ നാട് അതിനൊരിക്കലും പിന്നിലല്ല. നമ്മുടെ നാട് വളരെ സജീവമായ അത്തരം കാര്യങ്ങളൊക്കെ പറ്റി ബോധമുള്ളവരാണ്. പ്രത്യേകിച്ചും മുസ്ലിം സമുദായം മറ്റുള്ള സമുദായങ്ങളെക്കാൾ കൂടുതൽ ആ വിഷയത്തിൽ ബോധ്യമുള്ളവരാണ്. അത് നമ്മൾ പത്രദോര നമ്മൾ ഓരോരുത്തരും നൽകുന്ന സംഭാവനകളും ഓരോരുത്തർ ഈ വിഷയത്തിന് ഈ നൽകുന്നത്, ഒരു തുണിക്കച്ചവടക്കാരനാണെങ്കിൽ അവന്റെ തുണി കട മുഴുവൻ കൊണ്ടുപോയിക്കോ എന്ന് പറയാണ്. അതുപോലെ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് മുഴുവൻ എല്ലാം എടുത്തു പോകാൻ വേണ്ടി അവർക്ക് എത്തിക്കാൻ വേണ്ടി പറയുന്ന വളരെ സന്തോഷകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അധികൃതരായ ആളുകൾ നമ്മളോട് പറയാണ്, നിങ്ങൾ ഇനി ഭക്ഷണ സാധനങ്ങൾക്ക് വരണ്ട, ആവശ്യമല്ല, വസ്ത്രം ആവശ്യമല്ല, അതൊക്കെ നമ്മൾക്കിവിടെ എമ്പാടും ധാരാളം ഉണ്ട്, എല്ലാവർക്കും ഉള്ളതും അതിൻ്റെ അപ്പുറവും ഉണ്ട്. അത് നമ്മുടെയൊക്കെ വിശാല മനസ്കതയുടെയും കാരുണ്യത്തിന്റെയും ഒക്കെ ഒരു ഭാവമാണ്. നമ്മൾ ഓരോരുത്തരിലും അതുണ്ട്. അത് അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. പിന്നെ
അതിലുള്ളത്. പിന്നെ ഇനി അതിൽ ഏറ്റവും നമുക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ സംഗതി ഇവരെയൊക്കെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത്. ഒരു നാട് അങ്ങോട്ട് പോവുകയാണല്ലോ. ഒരു നാടണ്ട് ഇല്ലാതെയായി പോയതിനെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ നാട്ടിൽ ഈ പുഴ ചാലിയാർ ഇങ്ങോട്ട് കരകവിഞ്ഞാണ് വന്നിട്ട് ഈ നാട് വലിച്ചൊലിച്ചാണ്ട് പോയാൽ എന്താ ഉണ്ടാകുക അവസ്ഥ? അങ്ങനെ ഉണ്ടാവില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഉണ്ടാവില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്ര സംഗതികളൊന്നുമല്ല. അങ്ങനെയൊക്കെ ഉണ്ടാകാം, പലതും ഉണ്ടാകാം. നാട് തുടച്ചു നീക്കി കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മുടെ രാജ്യത്തിന്റെയും നമ്മുടെ നാടിന്റെയും ഒക്കെ അവസ്ഥകൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ താമസിക്കുന്ന വീടും നമ്മുടെ നിലവും ഒക്കെ അങ്ങോട്ട് ഇല്ലാതെയായി പോവുക. നേരം വെളുത്ത് രാത്രി ഉറങ്ങുമ്പോൾ ഉള്ള സാധനം നേരം പുലരുമ്പോൾ അതൊന്നും ഇല്ലാതെയായി പോവുകയാണ്. ജീവിച്ചിരിക്കുന്നവരെ പറ്റിയാണ് പറയണത്. അവരത് കാണുകയാണല്ലോ. അതൊക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ അകമഴിഞ്ഞ് അവർക്ക് വേണ്ടി അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത. അതിനെന്ത് വേണ്ടി വരും? ആ ഭാഗങ്ങളിലുള്ള ഭൂമി അത് നൽകാൻ തയ്യാറുള്ള ആളുകൾ ഭൂമി നൽകേണ്ടി വരും. അവർക്ക് വീടെടുത്ത് കൊടുക്കേണ്ടി വരും. ഒക്കെ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതകൾ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും തലയിൽ വിട്ടേച്ചുകൊണ്ടാണ് ഈ ദുരന്തം ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. ആ ബാധ്യത നമ്മൾ പരമാവധി നമ്മുടെ കഴിവിന്റെ പരമാവധി സന്മനസ്സോടുകൂടി നല്ല രീതിയിൽ നമ്മളത് നിർവഹിക്കണം. അത് നിർവഹിക്കാൻ എല്ലാ സംവിധാനവും നമ്മുടെ സംഘടനകളും എല്ലാ സംഘടനകളും അതിന് മുന്നോട്ട് വന്നിട്ടുണ്ട്. അത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങളോടൊക്കെ എല്ലാവരും സഹകരിക്കുക. ഇന്നിപ്പോൾ നമ്മുടെ പള്ളിയിൽ കേരള നദുവത്തുൽ മുജാഹിദീൻ ആഹ്വാനം ചെയ്ത ദുരന്തത്തിന് സഹായിക്കാനുള്ള സംഗതിക്ക് വേണ്ടി അതിനെ പ്രത്യേകമായി സഹായിക്കണം എന്ന് ആവശ്യപ്പെടുകയും അത് നമ്മുടെ മഹല്ലിന്റെ പ്രസിഡന്റ് പ്രത്യേകമായി അനുമതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാവരും പരമാവധി കഴിവിന്റെ പരമാവധി എല്ലാവരും അതിനോട് സഹകരിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. നമ്മളൊരു 200-300 ആളുകൾ നമ്മുടെ കൺമുമ്പിൽ വെച്ച് മണ്ണിൽ പുതഞ്ഞ് മരിച്ചു വീഴുന്നത് നമ്മളിങ്ങനെ കാണുകയാണ്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനത നമ്മുടെ ഫലസ്തീനികളെ സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിച്ചു. 40,000-40,000 ആളുകളായി. ഓരോ ദിവസവും അവരുടെ ഓരോ വീടുകളിലും പള്ളികളിലും പാഠശാലകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലുമൊക്കെ ഇങ്ങനെ മരിച്ചു വീഴാണ് ആളുകൾ. ഇവിടെ നടന്നിട്ടുള്ളത് ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ദുരന്തത്തിന്റെ ഭാഗമായി നടക്കുകയാണെങ്കിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കൊല, മനുഷ്യനെ വേട്ടയാടുന്ന ഈ കിരാതമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അത് വളരെ ബോധപൂർവം വൻ രാഷ്ട്രങ്ങൾ നടത്തുന്ന ഒരു കാര്യം. നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് ഇത്രയും ആളുകൾ മരിച്ചപ്പോൾ നമുക്കുണ്ടായ ഒരു മനസ്സിലുണ്ടായ ഒരു വലിയ ഒരു ബോധമുണ്ടല്ലോ. എന്താ ഇത്ര ആളുകൾ, 200 ആൾ 300 ആൾ. അതിനെപ്പറ്റി പത്രങ്ങളും ഓരോരുത്തരും ഇങ്ങനെ വിവരിക്കുന്നത്, ഓരോ മയ്യത്തുകൾ എടുക്കുന്നതും കൊണ്ടുവരുന്നതും അതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾക്കടിയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതൊക്കെ നമ്മളിങ്ങനെ കൺമുന്നിൽ കാണുന്നത് പോലെ കാണുമ്പോൾ ഇതിനേക്കാൾ എത്രയോ ഭീകരമായ രീതിയിൽ ബോംബിട്ടുകൊണ്ട് വലിയ വലിയ സൗധങ്ങൾ, വീടുകൾ, പാഠശാലകൾ എല്ലാം തകർക്കപ്പെടുകയും അതിനുള്ളിൽ നിന്ന് ചേതനയറ്റ ശവശരീരങ്ങൾ പുറത്തെടുത്തു കൊണ്ടുവരുന്ന ആ കാഴ്ചകൾ നമ്മൾ നിത്യവും നമ്മളുടെ ടെലിവിഷനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ദുരന്തത്തിന്റെ ആഴവും നമ്മൾ ഈ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ അതും കൂടി ഉപകരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതർത്ഥത്തിലും കഷ്ടപ്പെടുന്ന, ദുരിതം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അവന്റെ ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റൊന്ന്, ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് ഈ മരിച്ചത്. ഉറങ്ങാൻ കിടന്ന ആള് നേരം പുലർന്നപ്പോൾ അവരില്ല, നമുക്കറിയാം. അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ശ്രദ്ധ കൂടുതൽ വേണം. സാധാരണ പോലെ ശ്രദ്ധ പോരാ. നമ്മളൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാവരും, അതിലിപ്പോൾ ഇന്നവർ ഒഴിവ് എന്നൊന്നും പറയാനില്ല, ഉറങ്ങാൻ കിടക്കുമ്പോൾ പലജാതി റീൽസും കണ്ട് അങ്ങനെയാണ്ട് ഉറങ്ങിപ്പോവാണ്.
അല്ലെങ്കിൽ പല അത്തരം കയ്യിൽ മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് ആ മൊബൈൽ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഉറങ്ങിപ്പോവാണ്. നല്ലതും ചീത്തയും എല്ലാം കണ്ടുകൊണ്ട് ഇറങ്ങണത്. നേരം പുലരുന്ന നമുക്ക് ഉറപ്പില്ലല്ലോ, നേരത്ത് നമ്മൾ എത്തും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ ആവശ്യമായ ആ മുന്നൊരുക്കം, മരിക്കുകയാണെങ്കിൽ അതിന് മനുഷ്യനൊരു എപ്പം മരണം വരികയാണെങ്കിലും ഒക്കെ വലിയൊരു പ്രശ്നമല്ല, ഇതിന്റെ കാര്യത്തിലൊക്കെ ക്ലിയറാണ് എന്ന് നമുക്കൊരു ബോധ്യം വേണം. ഏത് നേരം ഞാൻ ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചോണ്ട് കാര്യമല്ലോ. നമ്മൾ വളരെയധികം മോശമായൊരവസ്ഥയിൽ, വിശ്വാസകാര്യത്തിലും മറ്റുള്ളതിലൊക്കെ മോശമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവിടുന്ന് പോകുന്നതെങ്കിൽ എന്തൊരു വലിയ നഷ്ടമാണ് നമുക്കുള്ളത്. ദുനിയാവും പോയി, അവിടെ ആഖിറവും പോയി, അങ്ങനെ നഷ്ടമാണ്. അപ്പോ ഏത് സമയം ഇവിടുന്ന് പോകേണ്ടവരാണെന്നുള്ള ബോധവും, പോകുകയാണെങ്കിൽ എപ്പോഴും പോകാം എന്നുള്ളതാവുമ്പോൾ നമ്മളൊക്കെ ചിട്ട, ജീവിതത്തിലെ മതകാര്യങ്ങളിലുള്ള ചിട്ട, നമസ്കാരം, അതുപോലെ അള്ളാഹിനെ പറ്റിയുള്ള ബോധം, അതൊക്കെ അത് നമ്മൾ കുറച്ച് ആളുകൾ ഇങ്ങനെ എവിടെ അള്ളാഹ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ആ പറയുന്ന ആളുകൾക്ക് യാതൊന്നും നമുക്ക് നൽകി തരാൻ കഴിയില്ല. ഒരു ആശ്വാസത്തിന്റെ വാക്കും നമുക്ക് നൽകി തരാൻ പറ്റില്ല. ഒരു ഈ ദുരന്തത്തിൽ മരിച്ചുപോയ ആളുകളെ ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്ക്. നമ്മൾ ഈ ദുരന്തത്തിൽ മരിച്ച മനുഷ്യന്മാരെ ഇപ്പൊ നമ്മൾ കണ്ടുമുട്ടുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ കണ്ടുമുട്ടുന്നു, അവരെ ദുരിതാശ്വാസ ക്യാമ്പിൽ പോകുന്നു. ഒരു വിശ്വാസിയാണെങ്കിൽ നമുക്ക് അയാളെ സമാധാനിപ്പിക്കാൻ എന്തൊക്കെ പറയാം, എന്തൊക്കെ നിനക്ക് സാരമില്ല, ഇതൊക്കെ എനിക്ക് പടച്ചോൻ ഇതിനൊക്കെ പകരം എനിക്ക് നൽകും, ഈ സമാധാനിക്ക്. എൻ്റെ മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വെച്ചൊരു മോൻ മരിച്ചു, ഒരാളുടെ മോൻ മരിച്ചു. അത് എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന ഒരു മോനായി. റസൂലുള്ളാഹി അയാളെ കാണാതെ എന്താ ഇപ്പം വരാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, അത് നബി, അയാളുടെ മോൻ മരിച്ചു, ആ ദുഃഖത്തിലാണ് മൂപ്പർക്ക്, നിങ്ങൾ പിന്നെ അവിടുന്ന് മുമ്പ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നബി അയാളെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, നിന്റെ മോൻ, ചെറിയ കുട്ടിയാണ്, നിന്റെ മോന് സ്വർഗത്തിൽ വന്ന് നിന്റെ മുമ്പിൽ ഓടി വന്ന് ഓരോ വാതിലും നിനക്കിങ്ങനെ തുറന്നു തരുന്നതാണോ നിനക്കിഷ്ടം, അതോ ഇവിടെ എൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ടാകുന്നതാണോ ഇഷ്ടം? അപ്പൊ അദ്ദേഹം പറഞ്ഞോ, അതെനിക്ക് സ്വർഗത്തിൽ എൻ്റെ കൂടെ എനിക്കിങ്ങനെ ഓരോ വാതിലും തുറന്നു തരുന്നതാണ് ഇഷ്ടം എന്ന് നബി പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാണ് നിനക്കുള്ളത്. അപ്പൊ അത് വിശ്വാസിക്ക് മാത്രമുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അങ്ങനെ നമുക്കെല്ലാവരെയും അങ്ങനെ സമാധാനിപ്പിക്കാൻ കഴിയും. എന്നൊരു നിരീശ്വരവാദി എന്താ പറയാ, എന്റെ മോൻ ഒരു അപകടത്തിൽ അത് മരിച്ചു എന്ന് വിചാരിക്കുക. ഇന്റെ അടുക്കൽ വന്നിട്ട് ഒരു നിരീശ്വരവാദിക്ക് എന്താ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാം? സാരല്ല എന്ന് മാത്രം പറയാം. സാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്റെ വേദന പോവോ, എന്റെ വിഷമം പോവോ? നേരെ മറിച്ച് സാരല്ലടാ, അത് നിനക്ക് ഇതിനൊക്കെ നാളെ പടച്ചോൻ എനിക്ക് തരാണ്ട് എന്ന് പറയുമ്പോൾ എന്തൊരു സമാധാനം ഉണ്ടാവും, മനസ്സിൽ വളരെ സമാധാനം ഉണ്ടാവില്ലേ? അങ്ങനെ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു സമാധാനവും നൽകാൻ സാധിക്കാത്ത ഒരു വിഭാഗമാണ് നിരീശ്വരവാദികൾ, പരലോകമില്ല എന്ന് പറയുന്ന ആളുകൾ. ഒരു നിലക്കും ഒരാൾക്കൊരു സമാധാനം നൽകാൻ അവർക്ക് കഴിയില്ല. കാരണം മരിക്കുന്നതോടുകൂടി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതോടുകൂടി പോകുന്നില്ല. ഓരോന്നും വ്യത്യാസമല്ല. ചെറിയ കുട്ടികൾ മരിച്ചു, നമ്മൾ ആലോചിച്ച് നോക്കളെ, ഈ ദുരന്തത്തിൽ അനുഭവിച്ച ചെറിയ ചെറിയ കുട്ടികളുണ്ടല്ലോ, ഒക്കെ സ്വർഗത്തിലാണ്. അവരൊക്കെ നാളെ പ്രായപൂർത്തിയാണതിന്റെ മുമ്പ് തന്നെ മരിച്ചുപോയി. അവരൊക്കെ ഭാഗ്യവാന്മാരല്ലേ? ആർക്കൊക്കെ നോക്കുമ്പോൾ സ്വർഗത്തിലാണ്. നിരീശ്വരാജിക്ക് എന്താ പറയാ, മരിച്ചുപോയി, വെള്ളം കണ്ണിന്റെ അടിയിൽ പോയി, സാരൻ, എന്താ ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നല്ലേ അവന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് പറയാൻ പറ്റും, സാരല്ലടോ, ആ കുട്ടി അത് നാളെ സ്വർഗത്തിലാണ്. അത്ര നമ്മളത് ഉറപ്പിലാണ് പറയുന്നത്. വേദഗ്രന്ഥങ്ങളുടെ, പ്രവാചകന്മാരുടെ ഉറപ്പിലാണ് നമ്മളത് പറയുന്നത്. അപ്പൊ അത് സമാധാനം കിട്ടുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഉറങ്ങുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ടതൊക്കെ ചൊല്ലി ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഉറങ്ങുക. വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, സൂറത്ത് സുമറിലെ 40-ാമത്തെ ആയത്ത് പറയുന്നുണ്ട്, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ വല്ലതി ലം തമുത് ഫീ മനാമിഹ. അള്ളാഹു ആത്മാവിനെ പിടിച്ചെടുക്കും. ഒന്ന് മരിക്കണ സമയത്ത്, മറ്റൊന്ന് നിങ്ങൾ ഉറങ്ങണ സമയത്ത്. എന്നിട്ട് അള്ളാഹ് ജീവൻ നൽകണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ആത്മാവിനെ തിരിച്ചു നൽകും. നമുക്കൊക്കെ തിരിച്ചു കിട്ടുന്നതുകൊണ്ട് നമ്മൾ പിറ്റേന്ന് ഉണർന്ന് ആ സംഗതികൾ ചെയ്യുന്നത്. ഈ മരിച്ച ആളുകൾക്ക് അത് തിരിച്ചു കിട്ടില്ല. അതോടുകൂടി പോയി.
എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങളെപ്പറ്റി നമ്മൾ പഠിക്കുക, ബോധവാന്മാരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല